ഹലോ, ഞാനിന്ന് ഒരു മാങ്ങ അച്ചാറിടാൻ പോകാൻ എടുത്ത് വെച്ച സാധനങ്ങളാണ് കായം, ഉലുവയും ചെറിയ ജീരകവും കുരുമുളകും കൂടെ ചൂടാക്കി പൊടിച്ചതാണ്. ഇത് ഒരു കഷ്ണം വെല്ലം, പിന്നെ കടുക് പരിപ്പ്. ഇത് കടുക് പരിപ്പാണ് കേട്ടോ. കടുക് പരിപ്പ് അത്രയും സാധനം. ഇത് മുളക് പൊടി. ഞാൻ ഒരു 1.5 കിലോ മാങ്ങ എടുത്ത് അരിഞ്ഞതാ, ഉപ്പിട്ട് വെയിലത്ത് വെച്ച് വെയിൽ കൊള്ളിച്ചതാണ്. 2 മണിക്കൂർ നന്നായി വെയിൽ കൊള്ളിച്ച മാങ്ങയാണത്. ഇതാണ് ഞാൻ അച്ചാറിടാൻ പോകുന്നത്. ഈ അച്ചാറിന് നമ്മൾ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ജീരകം, ഉലുവ, കുരുമുളക്, അതേപോലെ കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തു. ഉലുവ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ കടുക് പരിപ്പെടുത്ത് വെച്ചു. അടുപ്പത്തേക്ക് എനിക്ക് ഇൻഡക്ഷൻ കുക്കറെ വെക്കാൻ പറ്റിയ പാത്രം ഈ കുക്കറേ ഉള്ളൂ, അല്ല വലിയ പാത്രം. ചെറിയ പാത്രങ്ങളേ ഉള്ളൂ. ഇത് ഞാൻ ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ച വെള്ളമാണ്, അതുകൊണ്ട് ഞാൻ കുക്കറയിലാണ് അതുണ്ടാക്കുന്നത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഞാൻ വിനാഗിരി ആട്ടോ എടുത്ത് കാണിച്ചത്, അതായത് സ്വർക്ക എടുത്ത് കാണിച്ചത്. ഇപ്പോൾ ഇത് നല്ലെണ്ണ. എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. ഒറ്റയ്ക്കാണ് ഞാൻ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നതൊക്കെ. ഇത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ രണ്ടും 10 ഗ്രാം വെച്ചെടുത്തിട്ട്, ഇത് അരിഞ്ഞതിന് ശേഷം 10 ഗ്രാം വെച്ചെടുത്തിട്ടുണ്ട്. അത് 1.5 കിലോ മാങ്ങയുണ്ട്. മാങ്ങ ഉപ്പിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിയതിന് ശേഷം, വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം ഇത് എടുത്തതാണ് ഞാൻ. അത് വെയിലത്ത് വെച്ച് 2 മണിക്കൂർ നന്നായി വെയിൽ കൊള്ളിച്ചെടുത്തു. ഞാൻ ഇതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ലെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കി ഇത്രയും നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇത് മൂത്ത് വരണമല്ലോ, കണക്കാക്കിയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ മുളക് പൊടി നമുക്ക് വറുത്തെടുക്കണം. പിന്നെ കായം ഇതെല്ലാം എല്ലാ പൊടികളും ഒന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഞാൻ ജീരകവും ഉലുവയും കുരുമുളകും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ്, ഇത്രയും സാധനമാണ് ഇപ്പോൾ നമുക്ക് ഈ അച്ചാറിന് വേണ്ടത്. അതായത് 1.5 കിലോ മാങ്ങ. നോർത്ത് ഇന്ത്യൻ പിക്കിളാണിത്. സാധാരണ നമ്മൾ കേരളീയരല്ല ഈ അച്ചാറിടുന്നത്, നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു അച്ചാറാണിത്. ഇത് ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത്, ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് പഠിച്ചതാണ് ഈ അച്ചാർ. കടുക് ഇതിനകത്ത് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ അവിടെ കടുകെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കടുകെണ്ണ അങ്ങ് ഒഴിവാക്കിയതിന് ശേഷം കടുക് പരിപ്പ് നന്നായി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടി അതിലേക്ക് ഇടാൻ പോകുക. കടുക് പൊട്ടിക്കഴിഞ്ഞു, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇടണം. ഇത് മൂത്ത് വരണം, അതിന് വേണ്ടിയിട്ടാണ് അത് ഇടാൻ പോകുന്നത്. ഇത് വളരെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ അച്ചാർ. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് എല്ലാ അച്ചാറുകളും തന്നെ 2-3 വർഷമായ അച്ചാറുകൾ ഇരിപ്പുണ്ട്, ഒന്നും കേടാകാതിരിക്കുന്നുണ്ട്. ഞാൻ അത്രയും സൂക്ഷിച്ച് വെക്കുന്നത്. പിന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ച് എല്ലാം ചെയ്യുള്ളൂ. അതുപോലെ തന്നെ മാങ്ങ വെയിലത്ത് വെച്ചപ്പോൾ അതിന് കൊതുക് വല ഇട്ടാണ് ഞാൻ, ഈ കൊതുക് വല നെറ്റിട്ടിട്ടാണ് ഞാനത് മൂടിയിട്ടാണ് വെച്ച് വെയിൽ കൊള്ളിച്ചത്. അതേപോലെ കുവീച്ചൊന്നും തരാനും സമ്മതിക്കത്തില്ല. വീട്ടിൽ കൊണ്ടുവച്ചിരുന്നാലും ഞാൻ നന്നായി ആ വലയിട്ട് പൊതിഞ്ഞതിന് ശേഷമാണ് പാത്രം കൊണ്ട് അടച്ച് വയ്ക്കുക. അങ്ങനെ ശ്രദ്ധിക്കും ഞാൻ. കുക്കറിനകത്തേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് രണ്ടും 10 ഗ്രാം വെച്ചുണ്ടേ. പിന്നെ കടുക് ഒരു ചെറിയ സ്പൂണ്, അതായത് നമ്മുടെ ടീസ്പൂണിൽ തന്നെ നിറച്ചില്ല, ജീരകം കുറച്ചേ ഉള്ളൂ, ഒരു 3/4 ടീസ്പൂണേ ഉള്ളൂ. അതേപോലെ ഉലുവ 1 സ്പൂണുണ്ട്, 1 സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകും 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊന്നും കൂടെ കാണിച്ചതാണത്. ഇനി ഞാൻ ആദ്യമായിട്ട് കായമാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത്
നല്ലെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിയതിന് ശേഷം ആദ്യമായിട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുത്തു. കായം മൂത്ത് നല്ല മണം വരാൻ വേണ്ടി. ഇനി ഞാൻ മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി ഇട്ട് ഇളക്കുകയാണ്. അത് നല്ലോണം ചുമന്ന് വരണം ആ പൊടി. അപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കപ്പ് വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു കപ്പിനകത്ത് ഒരു കപ്പ്. ഒരു ബൗളാണ്, ഒരു ഇടത്തരം ബൗളാണ്. അതിനകത്ത് ഒരു കപ്പാണ് കൊള്ളുക. ചെറിയ കപ്പിന് ഒരു കപ്പ് വിനാഗിരിയാണ് കൊള്ളുക. അതായത് 200 ml ഉണ്ടാവും. അത്രയേ ഉള്ളൂ. 200 ml കണക്കാക്കി അതാണ് ഞാൻ അതിൽ ഒഴിച്ച് വെച്ചത്. ഞാൻ ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കേട്ടോ അതിനകത്തേക്ക് ഒഴിക്കുന്നത്. ഒരു 1/2 ലിറ്റർ വെള്ളത്തോളം ഞാനിപ്പോൾ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ഉണ്ട് ആകെ, എല്ലാം കൂടെ ആകെ ഇത്രയുണ്ട്. ഇനിയാണ് ഇത് നന്നായി തിളയ്ക്കണം. ഇതിനകത്തേക്ക് നമ്മൾ ഇതിട്ടിട്ടില്ല. ഉലുവ പൊടിച്ചതും ജീരകം പൊടിച്ചതും ചെറിയ ജീരകവും ഉലുവയും കുരുമുളകും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതുവരെ ഇട്ടിട്ടില്ല. ഇനിയാണ് അതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. അങ്ങനെ കാണിച്ചു തരാൻ ഇവിടെ പറ്റത്തില്ല. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്ന കാരണം എല്ലാം കൂടെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇട്ടതിന് ശേഷം വേണം നമുക്ക് ആ വെല്ലം പൊടിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്. വെല്ലം പൊടിച്ച് വെച്ചിട്ടില്ല. വെല്ലം കഷ്ണമായിട്ട് തന്നെയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിപ്പം ഞാൻ ഇതാണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇപ്പം ഞാൻ ചേർത്തു. ശർക്കര ഇട്ടു. ഇത്രയും ശർക്കര വേണം അതിന്. അതായത് ഒരച്ച് ഫുള്ളും വേണ്ട. മലബാറിലോട്ട് ഇതിന് വെല്ലം എന്നാണ് പറയുന്നത്. നാട്ടിലോട്ടൊക്കെ ശർക്കര എന്ന് പറയും. ഇതിട്ട് നന്നായി തിളച്ചതിന് ശേഷം ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് വേണം അതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഞാനൊന്നും കൂടെ പറഞ്ഞു തരാം. 10 ഗ്രാം ഇഞ്ചി, 10 ഗ്രാം വെളുത്തുള്ളി, ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി മാങ്ങ ഇടുക. 200 ml വിനാഗിരി. ഇത്രയും സാധനമാണ്. ഒരച്ച് ശർക്കര, ഒരച്ചല്ല 3/4 അച്ച് ശർക്കര. ഇത്രയും സാധനമാണ് ഞാൻ ഈ അച്ചാറിന് ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയ അച്ചാറാണ്. നല്ലൊരു അച്ചാറാണ്. നമുക്ക് കൂടുതൽ കേട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നോട് സഹകരിക്കണം. കുറേ ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇടാതിരുന്നു. എനിക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിലായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പം കറക്റ്റായിട്ട് ഇടുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. കണ്ടില്ലേ ഇത് തിളയ്ക്കുന്നത്? നന്നായി തിളയ്ക്കണം. അച്ചാർ നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഓഫാക്കി വെക്കുള്ളൂ. നന്നായി തിളയ്ക്കണം. ഇതിപ്പോൾ നല്ലോണം തിളച്ചു. നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.